ആക്സിയം 4 ദൗത്യം ചരിത്ര നിമിഷത്തിലേക്ക് കടക്കുകയാണ്. ആദ്യഘട്ട ഡോക്കിംഗ് പൂർത്തിയായിരിക്കുന്നു. ഇനി ആ ഒരു ഇന്ത്യയുടെ വലിയ യാത്രയ്ക്കുള്ള ഒരു ചെറിയ കാൽവയ്പ്പാണ് ഇത്. ബഹിരാകാശ നിലയത്തിൽ എത്താൻ കാത്തിരിക്കുന്നുവെന്നും അവിടുത്തെ അനുഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക ലക്ഷ്യമെന്നും ഇപ്പോൾ സന്ദേശത്തിൽ ശുഭാൻഷു പറയുന്നു. ബഹിരാകാശ നിലയത്തിൽ 2 ആഴ്ച തുടരുന്ന ഈ ഒരു ദൗത്യ സംഘം 60-ലേറെ പരീക്ഷണങ്ങൾ നടത്തും. ഈ ഗവേഷണങ്ങളിൽ 31 രാജ്യങ്ങളുടെ പങ്കാളിത്തമുണ്ട്. ഇപ്പോൾ ഡോക്കിങ്ങിന്റെ 1-ാം ഘട്ടം ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. ബഹിരാകാശ നിലയത്തിനരികെ എത്തിയിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇന്നലെ 12:01 കെനഡി സ്പേസ് സെന്ററിൽ നിന്നും ആക്സിയം 4ന്റെ വിക്ഷേപണം നടന്നത്. 28 മണിക്കൂറും 50 മിനിറ്റും സഞ്ചരിച്ചാണ് ശുഭാൻഷു ശുക്ല ഉൾപ്പെടെയുള്ള 4-അംഗ സംഘം ഈ ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുന്നത്. പ്രതീക്ഷിച്ചതിലും നേരത്തെയാണ് ഇപ്പോൾ ഈ ഒരു ആദ്യഘട്ട ഡോക്കിംഗ് പൂർത്തിയായിരിക്കുന്നത്. ഈ ഒരു ബഹിരാകാശ നിലയവും ഭൂമിയിൽ നിന്ന് പോകുന്ന പേടകവും ഒന്നിക്കുന്ന പ്രോസസ്സാണ് ഡോക്കിംഗ്. ഇപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഇപ്പോൾ 11 പേരുണ്ട്. ആ ഒരു നിലയത്തിലാണ് ഇന്ത്യയുടെ അഭിമാനമായ ശുഭാൻഷു ശുക്ല ഉൾപ്പെടെയുള്ളവർ എത്തിയിരിക്കുന്നത്. And again, Axiom Mission 4 and its commander Peggy Whitson, pilot Shubhanshu Shukla of ISRO. ഫ്ലോറിഡയിൽ നാസയുടെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12:01 ഒരു വിക്ഷേപണം ഇന്നലെ നടന്നത്. ഇന്ത്യയുടെ ഒരു ചരിത്ര നിമിഷം എന്ന് വേണമെങ്കിൽ ഇന്നലെ ആ ഒരു നിമിഷത്തെ വിശേഷിപ്പിക്കാം. അതുപോലെ തന്നെയാണ് ഇന്നും ഇപ്പോൾ ആക്സിയം 4 ദൗത്യം ഒരു ചരിത്ര നിമിഷത്തിലേക്ക് കടക്കുകയാണ്. പുതുതായി വികസിപ്പിച്ചെടുത്ത സ്പേസ് എക്സ് ഡ്രാഗൺ ബഹിരാകാശ പേടകത്തിൽ ഫാൽക്കൺ 9 റോക്കറ്റ് ഉപയോഗിച്ചാണ് ഈ ഒരു ദൗത്യ സംഘത്തിന്റെ യാത്ര. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ശുഭാൻഷു ശുക്ല. 41 വർഷത്തിന് ശേഷം ഒരു ഇന്ത്യൻ പൗരൻ ബഹിരാകാശത്തെത്തുകയാണ്. വളരെ അഭിമാനകരമായ ഒരു നിമിഷമാണ് ഇപ്പോൾ നടക്കുന്നത്. നാസയുടെയും ISROയുടെയും സഹകരണത്തോടെയാണ് ആക്സിയം 4ന്റെ ഒരു വിക്ഷേപണം നടന്നത്. അമേരിക്കൻ കമ്പനിയായ ആക്സിമിന്റെ ആക്സിയം 4 മിഷന്റെ 4 പേരടങ്ങുന്ന സംഘത്തിലെ ഒരാളാണ് ശുഭാൻഷു. And the International Space Station continuing to retract, and we'll await for the calls that the sensors read that it will be time for those 12 hooks on the Dragon to then begin driving and connecting itself. ഇന്ന് വൈകുന്നേരം 4:30 ഈ ഒരു സംഘം ബഹിരാകാശ നിലയത്തിൽ എത്തുമെന്നായിരുന്നു നാസ അറിയിച്ചിരുന്നത്. പക്ഷേ പ്രതീക്ഷിച്ചതിലും നേരത്തെ ഈ ഒരു 1-ാം ഘട്ടം പൂർത്തിയായിരിക്കുകയാണ്. 14 ദിവസമാണ് ഈ ഒരു ദൗത്യത്തിൻ്റെ കാലയളവ്. ഈ ശുഭാൻഷു ശുക്ല ഉൾപ്പെടെ 4 പേരാണ് ഇപ്പോൾ ഈ ഒരു ദൗത്യത്തിൽ പങ്കെടുക്കുന്നത്. ഈ ഒരു ദൗത്യത്തിൽ ഉൾപ്പെട്ടതോടുകൂടി രാജ്യത്ത് നിന്ന് ബഹിരാകാശ നിലയത്തിൽ എത്തുന്ന ആദ്യ ഇന്ത്യക്കാരനായി മാറിയിരിക്കുകയാണ് 39-കാരനായ ശുഭാൻഷു ശുക്ല. 7 തവണയാണ് വിവിധ കാരണങ്ങളാൽ ഈ ഒരു ദൗത്യത്തിൻ്റെ വിക്ഷേപണം മാറ്റിവെച്ചത്. മോശം കാലാവസ്ഥയും ഈ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിൽ കണ്ടെത്തിയ ഈ ചോർച്ച, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ പ്രശ്നങ്ങൾ എന്നിവ കാരണമായിരുന്നു ഈ ഒരു യാത്ര മാറ്റിവെച്ചിരുന്നത്. ഇപ്പോൾ ഇതാ ചരിത്ര നിമിഷത്തിലേക്ക് ലോകം സാക്ഷിയാവുകയാണ്. ആക്സിയം 4 ദൗത്യത്തിന്റെ ആദ്യഘട്ട ഡോക്കിംഗ് ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. 28 മണിക്കൂറുകൾ സഞ്ചരിച്ചാണ് ഈ ഒരു ബഹിരാകാശ നിലയത്തിൽ എത്തിയിരിക്കുന്നത്. ഈ ശുഭാൻഷുവിനെ കൂടാതെ നാസയുടെ പെഗി വിറ്റ്സൺ, പോളണ്ടിൽ നിന്നുള്ള ബഹിരാകാശ സഞ്ചാരി സോവോസ് ഉയാൻസ്കി, ഹംഗറിയിൽ നിന്നുള്ള ടിബർ കപൂർ എന്നിവരാണ് ഈ ഒരു ദൗത്യത്തിലെ മറ്റു സംഘാംഗങ്ങൾ. കൂടാതെ ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് ചെലവഴിച്ച, അതായത് 675 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച അമേരിക്കക്കാരിയാണ് ഈ ഒരു പെഗി വിറ്റ്സൺ ആണ് ഈ ഒരു ദൗത്യത്തിന്റെ കമാൻഡർ. കൂടാതെ ഈ ദൗത്യം നയിക്കുന്നത് മിഷൻ പൈലറ്റായ ശുഭാൻഷു ശുക്ലയാണ്. അതാണ് ഇന്ത്യക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു വാർത്ത എന്ന് പറയുന്നത്. കൂടാതെ ഉയാൻസ്കിയും കപൂവും ഈ ഒരു മിഷൻ സ്പെഷ്യലിസ്റ്റുകളാണ്. ഇന്ത്യക്ക് വേണ്ടി പ്രധാനമായും 7 പരീക്ഷണങ്ങളാണ് ശുഭാൻഷു ബഹിരാകാശ നിലയത്തിൽ നടത്തുക. സൂക്ഷ്മാണുക്കളുടെ വളർച്ച, വികാസം, യാത്രികരുടെ മസിലുകളുടെ ശോഷണം, വിത്തുകളുടെ വളർച്ച തുടങ്ങി ബഹിരാകാശ ശാസ്ത്രത്തിലും ജീവശാസ്ത്രത്തിലുമുള്ള നിർണായകമായ പരീക്ഷണങ്ങളാണ് ഇവ. ഇതാണ് ഈ ഒരു 14 ദിവസത്തെ ഒരു കാലയളവിൽ, ഈ ദൗത്യ കാലയളവിനുള്ളിൽ പരീക്ഷണങ്ങൾ നടത്തുക. നമുക്കറിയാം ഈ ഗഗൻയാൻ ദൗത്യം, ഈ ഒരു ഗഗൻയാൻ ദൗത്യത്തിന് മുൻപ് ബഹിരാകാശത്ത് ചെലവഴിക്കാൻ ശുഭാൻഷുവിന് സാധിക്കുന്നതോടെ ഇത് ഗഗൻയാൻ പദ്ധതിക്കും ഒരു നേട്ടമാകും.
process കൂടാതെ ഈ continues on. ബഹിരാകാശത്തെ ഏറെ പരിചയ സമ്പത്തുള്ള നാസയുടെ ബഹിരാകാശ യാത്രിക പെഗി വിറ്റ്സനാണ് ഞാൻ കുറച്ച് മുൻപ് സൂചിപ്പിച്ചതുപോലെ ഈ ഒരു മിഷന്റെ തലപ്പത്തുള്ളത്. Will drive and connect Dragon to കൂടാതെ ഈ form a 14 ദിവസം hard-mate നീണ്ടു to the നിൽക്കുന്ന ഈ ഒരു International ദൗത്യത്തിൽ Space Station. മൈക്രോഗ്രാവിറ്റിയിൽ And once the നിരവധി docking is പരീക്ഷണങ്ങൾ complete, നടത്താനാണ് മിഷൻ ലക്ഷ്യമിടുന്നത്. astronauts and സാങ്കേതിക McLean and പ്രശ്നങ്ങൾ, Nicole Ayers, who have been കാലാവസ്ഥാ monitoring വ്യതിയാനം from the തുടങ്ങിയവ International Space Station from the cupola കാരണങ്ങളാൽ of the 6 തവണ Dragon's മാറ്റിവെച്ച arrival, ദൗത്യമാണ് will be airs ഇപ്പോൾ that'll begin the hatch വിജയകരമായി opening or hatch പൂർത്തിയാക്കാൻ പോകുന്നത്. തന്റെ operations. ആദ്യഘട്ടം ഡോക്കിങ്ങിന്റെ ഒരു ആദ്യഘട്ടമാണ് ഇപ്പോൾ പൂർത്തിയാകുന്നത്. And I'll start by കൂടാതെ ഈ opening up the ശുഭാൻഷുവിന്റെ main hatch യാത്രയ്ക്കായി on the no. 550 കോടി രൂപയാണ് section of ഇന്ത്യ the Harmony ചെലവഴിച്ചത്. module. That's what you see Dragon connected to. ശുഭാൻഷുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2000 മണിക്കൂറിലധികം യുദ്ധവിമാനങ്ങൾ പറപ്പിച്ച അനുഭവ സമ്പത്തുള്ള ശുഭാൻഷുവിന്റെ ഈ ഒരു ചരിത്ര നേട്ടത്തിലേക്കുള്ള യാത്രയാണ് ഇപ്പോൾ വിജയകരമായി മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വളരെ അഭിമാനകരമായ ഒരു നിമിഷത്തിലൂടെയാണ് ഇന്ത്യക്കാർ കടന്നു പോകുന്നത്. കാരണം ശുഭാൻഷു ആണ് ഈ ഒരു ദൗത്യത്തിലെ ഒരു ദൗത്യം നയിക്കുന്നതിന് മിഷൻ പൈലറ്റ് എന്ന് പറയുന്നത് ശുഭാൻഷു ശുക്ലയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കും ഇതൊരു അഭിമാനകരമായ നിമിഷമാണ്. നമുക്കറിയാം ഇനി വരാനുള്ളത് ഗഗൻയാൻ പദ്ധതിയാണ്. ഈ ഗഗൻയാൻ മുന്നോടിയായി ഈ ഒരു ആക്സിയം 4 ഒരു ഇന്ത്യക്കാരൻ ഈ ഒരു ദൗത്യത്തിന്റെ ഭാഗമാകുന്നതോടുകൂടി ഇന്ത്യക്കും വലിയൊരു നേട്ടമായിരിക്കും സമ്മാനിക്കുക. 6 തവണ മാറ്റിവെച്ച ഈ ഒരു ദൗത്യം ആക്സിയം 4 ദൗത്യം ഇന്നലെ 12:01 ഇന്ത്യൻ സമയം ഇന്നലെ ഉച്ചയ്ക്ക് 12:01 വിക്ഷേപണം. ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നാണ് ഈ ഒരു വിക്ഷേപണം നടത്തിയത്. 28 മണിക്കൂർ യാത്ര നടത്തിയാണ് ഇപ്പോൾ ബഹിരാകാശ നിലയത്തിൽ ഈ ഒരു 4-അംഗ സംഘം എത്തിയിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കുന്നത് കാണാൻ ശുഭാൻഷുവിന്റെ അച്ഛനും അമ്മയും എല്ലാം ഉണ്ട്. ഇന്നലെയും നമ്മൾ കണ്ടതാണ് ശുഭാൻഷുവിന്റെ യാത്ര തുടങ്ങിയത് മുതൽ ഈ ഒരു വിക്ഷേപണം നടന്നത് മുതൽ ഈ വിക്ഷേപണത്തിന്റെ പല ഘട്ടങ്ങൾ വിജയിച്ചത് മുതൽ അച്ഛനെയും അമ്മയും എല്ലാം നമ്മൾ കണ്ടതാണ്. അവർ നിറകണ്ണുകളോടെ മകന്റെ ആ ഒരു യാത്രയെ നോക്കിക്കാണുന്നത് നമ്മൾ ഇന്നലെ കണ്ടതാണ്. അതുപോലെ തന്നെയാണ് ഇന്നും ഈ ഒരു 1-ാം ഘട്ടം പൂർത്തിയാകുന്നതോടുകൂടി ഈ ഡോക്കിങ്ങിന്റെ 1-ാം ഘട്ടം പൂർത്തിയാകുന്നതോടുകൂടി ഇന്ത്യക്കാർക്കും വളരെ ഒരു അഭിമാനകരമായ ഒരു നിമിഷമാണ്. ഇന്ത്യക്ക് വേണ്ടി ISRO നിർദ്ദേശിച്ച 7 പരീക്ഷണങ്ങളാണ് ശുഭാൻഷു ശുക്ല പ്രത്യേകമായി ചെയ്യുക. ഈ സൂക്ഷ്മജീവികളിൽ റേഡിയോ തരംഗങ്ങൾ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, കൂടാതെ ശരീരത്തിൻ്റെ പേശികൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, മൈക്രോഗ്രാവിറ്റിയിൽ ഇലക്ട്രോണിക് ഡിസ്പ്ലേയും കണ്ണുകളുടെ ചലനം, വിത്തുകൾ മുളപ്പിക്കലും വളർച്ചയും തുടങ്ങിയ പരീക്ഷണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ ഈ ഒരു ടീമിനെ പറ്റി പറയുകയാണെങ്കിൽ 4-അംഗ സംഘമാണ് ഈ ഒരു ടീമിലുള്ളത്. ശുഭാൻഷുവിനെ കൂടാതെ നാസയുടെ പെഗ്ഗി വിൻസൺ, പോളണ്ടിൽ നിന്നുള്ള ബഹിരാകാശ സഞ്ചാരി സോവോ സുയാൻസ്കി, ഹംഗറിയിൽ നിന്നുള്ള ടിബർ കപു എന്നിവരാണ് ഈ ഒരു ദൗത്യത്തിലെ മറ്റ് സംഘങ്ങൾ. ഇവർ 14 ദിവസം മൈക്രോഗ്രാവിറ്റിയിൽ 60-ലേറെ പരീക്ഷണങ്ങൾ ചെയ്യുകയാണ് ഈ ഒരു സംഘത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ടെക്സസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ ആക്സിയം സ്പേസിന്റെ 4-ാം ബഹിരാകാശ ദൗത്യമാണ് ഇത്. ഈ ഒരു ദൗത്യത്തിന്റെ ആദ്യഘട്ടം ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. നാസ, ISRO, ആക്സിയം സ്പേസ്, സ്പേസ് എക്സ്, യൂറോപ്യൻ സ്പേസ് ഏജൻസി, പോളണ്ടിൻ്റെയും ഹംഗറിയുടെയും ബഹിരാകാശ ഏജൻസികൾ എന്നിവയുടെ സംയുക്ത ദൗത്യമാണ് ഈ ഒരു ആക്സിയം 4 എന്ന് പറയുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ് ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. And we just heard confirmation there. All 12 hooks have closed, and that is a hard mate. ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗവും ഇന്ത്യൻ നാവികസേനയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റനുമായ ശുഭാൻഷു ആണ് ഇതിൻ്റെ ഒരു മിഷൻ പൈലറ്റ്. നമുക്ക് ദൃശ്യങ്ങളിലൊക്കെയും കാണാം ശുഭാൻഷുവിൻ്റെ അച്ഛനും അമ്മയും വളരെ പ്രാർത്ഥനയോടുകൂടി മകൻ്റെ ആ ഒരു വിജയം കാണാനായി ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. കുടുംബാംഗങ്ങളെല്ലാം തന്നെയുണ്ട്. ആ ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ ഒരു 4-അംഗ സംഘത്തിൽ ശുഭാൻഷു ഇന്ത്യയെ പ്രതിനിധീകരിച്ചുള്ളത് ശുഭാൻഷു ശുക്ലയാണ്. You see that upper portion that's mostly black against the vacuum of space, but that's the solar arrays to provide Dragon power once those umbilicals are connected.
That power will then be provided by the International Space Station, and communications will ഈ have that രാകേഷ് ശർമ്മയ്ക്ക് hardline ശേഷം connection ബഹിരാകാശത്ത് to the എത്തുന്ന umbilicals രണ്ടാമത്തെ as well. ഇന്ത്യക്കാരൻ എന്ന നേട്ടമാണ് ലക്നൗ സ്വദേശിയും വ്യോമസേനയിൽ ഗ്രൂപ്പ് കമാൻഡറുമായ ഗ്രൂപ്പ് ക്യാപ്റ്റനുമായ ശുഭാൻഷു ശുക്ല സ്വന്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം 1984 റഷ്യയുടെ സോയൂസ് പേടകത്തിൽ രാകേഷ് ശർമ്മ ബഹിരാകാശ യാത്ര നടത്തിയത്. അതേസമയം രാകേഷ് ശർമ്മയുടെ യാത്ര അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കായിരുന്നില്ല. ഭൂമിയിൽ നിന്ന് ഏകദേശം 400 കിലോമീറ്റർ അകലെയാണ് ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ISS സ്ഥിതി ചെയ്യുന്നത്. The pressurization of the vestibule, the space between the Dragon spacecraft and the International Space Station, to be brought to pressure equal to that of what is അതുകൊണ്ട് തന്നെ ബഹിരാകാശത്ത് എത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനായി മാറുകയാണ് ശുഭാൻഷു ശുക്ല. here on Earth as sea level, and then from there the hatch operations will continue, and the Axiom Mission 4 team will make its way on board the International Space ഫ്ലോറിഡയിലെ Station. കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് ഇന്ത്യൻ സമയം രാവിലെ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12:01 ആ ഒരു ചരിത്രത്തിലേക്കുള്ളൊരു യാത്ര ആരംഭിച്ചത്. നമുക്കറിയാം 6 തവണ മാറ്റിവെച്ചൊരു യാത്രയായിരുന്നു. അതുകൊണ്ട് തന്നെ ലോകം മൊത്തം ഉറ്റുനോക്കിയ ഒരു അഭിമാന പദ്ധതിയായിരുന്നു, ഒരു മിഷനായിരുന്നു ഇത്. 28 മണിക്കൂർ യാത്ര പൂർത്തിയാക്കി ഇന്ന് വൈകുന്നേരം 4:30 സംഘം ബഹിരാകാശ നിലയത്തിൽ എത്തുമെന്നായിരുന്നു നാസ അറിയിച്ചിരുന്നത്. പക്ഷേ പ്രതീക്ഷിച്ചതിലും നേരത്തെ ഈ ഒരു ആദ്യഘട്ട ഡോക്കിംഗ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. Dragon SpaceX on the Big Loop. Docking sequence complete. Ground will be enabling hardline power and comm connections shortly. You are go to 14 ദിവസമാണ് ഈ ഒരു ദൗത്യത്തിന്റെ കാലയളവ് എന്ന് പറയുന്നത്. ആ ഒരു ദൗത്യത്തിന്റെ ഓരോ പ്രോസസ്സിംഗാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ദൗത്യത്തോടെ രാജ്യത്ത് നിന്ന് ബഹിരാകാശ നിലയത്തിൽ എത്തുന്ന ആദ്യം എത്തുന്ന ഇന്ത്യക്കാരനാകും 39-കാരനായ ശുഭാൻഷു ശുക്ല. 6 തവണ വിവിധ കാരണങ്ങളാൽ, അതായത് ഈ ഒരു ദൗത്യ വിക്ഷേപണം 6 തവണയാണ് മാറ്റിവെച്ചത്. അതിൽ മോശം കാലാവസ്ഥയും ഈ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിൽ കണ്ടെത്തിയ ചോർച്ച, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ പ്രശ്നങ്ങൾ, ഇവയൊക്കെ കാരണമായിരുന്നു 6 തവണ ഈ ഒരു വിക്ഷേപണം മാറ്റിവെച്ചത്. അതാണ് ഇന്നലെ 12:01 ചരിത്രത്തിലേക്ക് കുതിപ്പ് നടത്തിയത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ ഒരു ഡോക്കിംഗ് വിജയകരമായിരിക്കുന്നു. ശുഭാൻഷു ശുക്ലയുടെ അച്ഛനും അമ്മയും കയ്യടികളോടെ ആ ഒരു വിജയത്തെ നോക്കിക്കാണുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇന്ത്യക്ക് അഭിമാനിക്കാവുന്നൊരു മുഹൂർത്തമാണിത്. ഇനി വരുന്ന ഓരോ പ്രോജക്റ്റുകൾ, നമുക്കറിയാം ഇനി വരാനുള്ളത് ഗഗൻയാൻ പദ്ധതിയാണ്. അപ്പോൾ അതിലും ശുഭാൻഷുവാണ് നയിക്കുക. വളരെ അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിലൂടെയാണ് ഇന്ത്യ കടന്നു പോകുന്നത്, ഇന്ത്യയും ലോകവും കടന്നു പോകുന്നത്. ഇന്ത്യക്ക് അഭിമാനമായി ശുഭാൻഷു ശുക്ലയും ഇപ്പോൾ ബഹിരാകാശ നിലയത്തിലെത്തിയിരിക്കുകയാണ്. ബഹിരാകാശത്ത് ഇന്ത്യയുടെ ഒരു അഭിമാനമായി മാറിയിരിക്കുകയാണ്. 28 മണിക്കൂറിലധികം സഞ്ചരിച്ചാണ് ഇപ്പോൾ ഈ ദൗത്യ സംഘം എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഒന്നാം ഘട്ട ഡോക്കിംഗ് പൂർത്തിയായിരിക്കുകയാണ്. ആ ഒരു അഭിമാന നിമിഷത്തിനാണ് നമ്മളും ഇപ്പോൾ സാക്ഷിയാകുന്നത്. അപ്പോൾ എന്താണ് ഈ ഡോക്കിംഗ് എന്നതിനെ സംബന്ധിച്ച് വിശദാംശങ്ങളുമായി ഇപ്പോൾ ഗോപിക ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും. ഗോപിക, ഇന്ത്യയെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ ആക്സിയം 4 ദൗത്യത്തിൻ്റെ ഈ ഒരു ഡോക്കിംഗ് 1ാം ഘട്ടം വിജയകരമായിരിക്കുകയാണ്. ഇതിപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച്, ലോകത്തെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ ഒരു നിമിഷമാണ്. എന്താണ് ഡോക്കിംഗ്, എന്താണ് മറ്റ് വിവരങ്ങൾ? ഐശ്വര്യ, ബഹിരാകാശ നിലയവും ഭൂമിയിൽ നിന്ന് പോകുന്ന പേടകവും ഒന്നിക്കുന്ന പ്രോസസ്സാണ് ഡോക്കിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആ ഡോക്കിംഗ് പ്രോസസ്സാണ് പൂർത്തിയായിരിക്കുന്നത്. ഇനി ഇരു പേടകങ്ങളിലെയും മർദ്ദവും മറ്റും ഏകീകരിച്ച് 1-2 മണിക്കൂറിന് ശേഷം മാത്രമേ ആ യാത്രികർ ഡ്രാഗൺ പേടകത്തിൽ നിന്ന് നിലയത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. നമുക്കറിയാം ബഹിരാകാശ നിലയത്തിൽ 11 പേരുണ്ട്. അതായത് അമേരിക്ക, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള 11 പേരുണ്ട് ഇവരെ സ്വീകരിക്കാനായിട്ട്. ഈ ഫ്ലോറിഡയിലെ നാസയുടെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12:01 ഇന്നലെ 12:01 വിക്ഷേപണം നടന്നത്. പുതുതായി വികസിപ്പിച്ചെടുത്ത സ്പേസ് എക്സ് ഡ്രാഗൺ ബഹിരാകാശ പേടകത്തിൽ ഫാൽക്കൺ 9 റോക്കറ്റ് ഉപയോഗിച്ചാണ് ഈ ദൗത്യ സംഘത്തിന്റെ യാത്ര തുടങ്ങിയതും. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ശുഭാൻഷു ശുക്ല. ഇത് നമുക്ക് അഭിമാന നിമിഷമാണ്. ഓരോ ഇന്ത്യക്കാരനും 41 വർഷത്തിന് ശേഷം ഒരു ഇന്ത്യൻ പൗരൻ ബഹിരാകാശത്ത് എത്തുകയാണ്. നാസയുടെയും ISROയുടെയും സഹകരണത്തോടെയാണ് ഈ ആക്സിയം 4ന്റെ വിക്ഷേപണം എന്ന് പറയുന്നത്.
അമേരിക്കൻ കമ്പനിയായ ആക്സിയം 4 മിഷന്റെ 4 പേരടങ്ങുന്ന സംഘത്തിലെ ഒരാളാണ് ശുഭാൻഷു ശുക്ല. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ കെനഡി സ്പേസ് സെന്ററിൽ ശുഭാൻഷു ശുക്ലയുടെ മാതാപിതാക്കളുമുണ്ട് ഈ ഒരു ചരിത്ര നിമിഷത്തിന് സാക്ഷിയാകാൻ വേണ്ടിയിട്ട്. ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗവും ഇന്ത്യൻ വ്യോമസേനയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റനുമായിരുന്നു ശുഭാൻഷു ശുക്ല. അതുകൊണ്ട് തന്നെയാണ് ഈ മിഷനും അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഈ മിഷനെ ഏൽപ്പിച്ചതും. ഇന്ത്യക്ക് വേണ്ടി പ്രധാനമായും 7 പരീക്ഷണങ്ങളാണ് ശുഭാൻഷു ബഹിരാകാശ നിലയത്തിൽ നടത്തുക. സൂക്ഷ്മാണുക്കളുടെ വളർച്ച, വികാസം, യാത്രികരുടെ മസിലുകളുടെ ശേഷണം, വിത്തുകളുടെ വളർച്ച തുടങ്ങി ബഹിരാകാശ ശാസ്ത്രത്തിലും ജീവശാസ്ത്രത്തിലുമുള്ള നിർണായകമായ പരീക്ഷണങ്ങളാണ് ഇവയെല്ലാം. ഗഗൻയാൻ ദൗത്യത്തിന് മുൻപ് ബഹിരാകാശത്ത് ചെലവഴിക്കാൻ ശുഭാൻഷുവിന് സാധിക്കുന്നതോടെയാണ് ഗഗൻയാൻ പദ്ധതിക്കും ഇത് നേട്ടമാകും. 14 ദിവസം നീണ്ടു നിൽക്കുന്ന ദൗത്യത്തിൽ മൈക്രോ ഗ്രാവിറ്റിയിൽ നിരവധി പരീക്ഷണങ്ങൾ നടത്താനാണ് ഈ മിഷൻ ലക്ഷ്യമിടുന്നത്. into and connecting to the Dragon Grace spacecraft. And then from there she'll traverse ശരി transmitting adapter. ഗോപിക 28 മണിക്കൂറും 50 മിനിറ്റും സഞ്ചരിച്ചാണ് ഇപ്പോൾ ബഹിരാകാശ നിലയത്തിലേക്ക് ഈ ഒരു ഡോക്കിംഗ് ആക്സിയം 4 ദൗത്യം ഇപ്പോൾ നിർണായക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ശുഭാൻഷുവും സംഘവും ഉടൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ അല്പസമയത്തിനകം പ്രവേശിക്കും. ആ ഒരു നിർണായക ഘട്ടത്തിലാണ് ഇപ്പോൾ ഏവരും സാക്ഷിയാകാനായി നോക്കിയിരിക്കുന്നത്. ആക്സിയം 4 ദൗത്യത്തിൻ്റെ ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. ദൗത്യം ഇപ്പോൾ നിർണായക ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. ചരിത്ര നിമിഷത്തിനാണ് ഇപ്പോൾ നാം സാക്ഷിയാകുന്നത്. ഇപ്പോൾ നാം കാണുന്നത് പോലെ ശുഭാൻഷുവിൻ്റെ അച്ഛനും അമ്മയും ഇന്ത്യൻ പതാക ഏന്തി അത്രയും അഭിമാനകരമായ നിമിഷമാണ് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം. ശുഭാൻഷു ഉൾപ്പെടുന്ന ഒരു 4 അംഗ സംഘമാണ് ഇപ്പോൾ ഈ ഒരു ആക്സിയം 4 ദൗത്യത്തിലുള്ളത്. 28 മണിക്കൂറും 50 മിനിറ്റ് നീണ്ട യാത്രയ്ക്ക് ശേഷമാണ് ഇവർ ഇപ്പോൾ ഈ ഒരു ചരിത്ര നിമിഷത്തിലേക്ക് കടക്കാൻ പോകുന്നത്. 6 തവണ ഈ ഒരു ദൗത്യം മാറ്റിവെച്ചപ്പോഴും ആശങ്കയിൽ തന്നെയായിരുന്നു. പക്ഷേ എല്ലാ പഴുതുകളും അടച്ച് ഇന്നലെ ഉച്ചയ്ക്ക് 12:01 ആക്സിയം 4ൻ്റെ വിക്ഷേപണം. 28 മണിക്കൂറും 50 മിനിറ്റും യാത്ര പൂർത്തിയാക്കിയാണ് ഈ 4 അംഗ സംഘം ഇപ്പോൾ ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുന്നത്. 14 ദിവസമാണ് ഈ ഒരു ദൗത്യത്തിൻ്റെ കാലയളവ്. ആ ഒരു ബഹിരാകാശ നിലയത്തിലേക്ക് കടക്കുന്നത് അല്ലെങ്കിൽ ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കുന്നത് കാണാനായുള്ള ഒരു കാത്തിരിപ്പിലാണ് ഇപ്പോൾ. ആ ഒരു നിർണായക ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ ആക്സിയം 4ൻ്റെ ദൗത്യം നിർണായക ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്. ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം ശുഭാൻഷുവും സംഘവും അല്പസമയത്തിനകം ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കും. ആ ഒരു നിമിഷം, വളരെ നിമിഷങ്ങൾ മാത്രമാണ് ഇനി അതിന് ബാക്കിയുള്ളത്. ആ ഒരു നിമിഷം കാണാനായിട്ടാണ് ശുഭാൻഷുവിൻ്റെ അച്ഛനും അമ്മയും ഉൾപ്പെടുന്ന കുടുംബം ഇന്ത്യൻ പതാക ഏന്തി ഇപ്പോൾ കാത്തിരിക്കുന്നത്. നമ്മൾ ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്.